സിലിണ്ടറിന്റെ പാദ ചുറ്റളവ് 2π സെന്റിമീറ്റർ, ഉന്നതി 6 സെന്റിമീറ്റർ, വ്യാപ്തം കാണുക. ഒരു സിലിണ്ടറിന്റെ പാദ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ബേസ് സർക്കംഫറൻസ് അല്ലെങ്കിൽ ബേസ് പെരിമീറ്റർ എന്ന് പറയാം. നമുക്ക് അത് തന്നിട്ടുണ്ട്. ഉന്നതി പറഞ്ഞാൽ ഹൈറ്റ് തന്നിട്ട് 6 സെന്റിമീറ്റർ. അതിന്റെ വോളിയമാണ് കാണുന്നത്. സിലിണ്ടറിന്റെ ഏകദേശ രൂപം നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ സിലിണ്ടറിന്റെ ഏകദേശ രൂപമാണ് സിലിണ്ടറിന്റെ 2 അഗ്രങ്ങളിലെ വൃത്താകൃതിയാണ് ഇതിന്റെ. അപ്പൊ സിലിണ്ടറിന്റെ പാദ ചുറ്റളവ് പറഞ്ഞാൽ ഈ പാദം വൃത്താണ്, വൃത്തത്തിന്റെ ചുറ്റളവാണ്. അപ്പൊ അതാണ് ബേസ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വൃത്തത്തിന്റെ ചുറ്റളവ് നമുക്ക് 2π ആണ്. വൃത്തത്തിന്റെ ചുറ്റളവ് അതായത് സിലിണ്ടറിന്റെ പാദം വൃത്തമാണ്, അതിന്റെ ചുറ്റളവ് കാണുന്ന സൂത്രവാക്യം 2πr ആണ്. കാരണം സിലിണ്ടറിന്റെ പാദം വൃത്തമാണ്, വൃത്തത്തിന്റെ ചുറ്റളവ് 2πr. അത് നമുക്ക് തന്നത് എത്രയാണ്? 2π എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് ഒരു സമവാക്യത്തിൽ ഇരുവശത്തും ഒരുപോലെ വെട്ടിക്കളഞ്ഞാൽ 2π വെട്ടിക്കളഞ്ഞാൽ നമുക്ക് r കിട്ടി. r എത്രയാണ്? 1. ഇവിടെ വെട്ടിക്കളഞ്ഞാൽ ഒന്നുമില്ല, 1. അപ്പൊ ആരം 1 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഉന്നതി തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണാൻ? വ്യാപ്തം കാണണം. സിലിണ്ടറിന്റെ വ്യാപ്തം. സിലിണ്ടറിന്റെ വ്യാപ്തത്തിന്റെ സൂത്രവാക്യം വോളിയം ഓഫ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു πr സ്ക്വയർ h എന്നാണ്. അതിന്റെ വില കൊടുക്കുക π ഇൻറ്റു ആരം നമുക്ക് കിട്ടി 1. അപ്പൊ 1 സ്ക്വയർ 1 തന്നെയാണ്. ഇൻറ്റു h എന്താണ്? 6. നോക്കിയപ്പോ 6 ഇൻറ്റു 1 6π. വ്യാപ്താണ് നമ്മൾ എഴുതുക സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയാം, അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ എന്ന് പറയാം.